നമ്മളെവിടെ വന്നേക്കണേ? അതെ ഗൈസ്, ആനയടിക്കുത്ത് അഥവാ ആനച്ചടിക്കുത്ത്. നമ്മൾ ഈ സിറ്റി ലൈഫിൽ നിന്നൊക്കെ മാറി കുറച്ച് പീസ്ഫുൾ ആയിട്ടുള്ള ഗ്രീനറി ആയിട്ടുള്ള സ്ഥലം നോക്കി ഇങ്ങനെ നടന്ന് ലാസ്റ്റ് കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ ആനയടിക്കുത്ത്. എന്നാ പിന്നെ ഓർത്തു ഈ വീക്കെൻഡ് ട്രിപ്പ് ഇങ്ങോട്ട് തന്നെ ആവട്ടെ. ഞങ്ങൾ കാക്കനാട് നിന്നാട്ടോ ട്രാവൽ ചെയ്തത്. സോ ഏകദേശം 90 കിലോമീറ്റർ ദൂരവും ഏകദേശം ഒരു 2.5 മണിക്കൂർ യാത്രയായിരുന്നു. അപ്പം ഞങ്ങൾ അകത്ത് ഇരുന്ന് കുറച്ച് ഇമ്പോസ്റ്റർ അങ്ങനത്തെ കുറച്ച് ഗെയിംസ് ഒക്കെ കളിച്ച് സമയം കളയായിരുന്നു. ഞങ്ങൾ പോയ ദിവസം നല്ല മഴയായിരുന്നു കേട്ടോ, രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങളോർത്ത് എല്ലാവർക്കും ഒരു റെയിൻകോട്ട് മേടിച്ചേക്കാം, പല കളറിലുള്ള റെയിൻകോട്ടൊക്കെ ഇട്ട് സെറ്റായിട്ട് പോവാന്നോർത്ത് ഞങ്ങളിപ്പം കടയിൽ കയറി റെയിൻകോട്ട് മേടിക്കാൻ കയറിയതാ. വീഡിയോയിലൊക്കെ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് ഓർത്ത് ഞങ്ങൾ പല കളേഴ്സാട്ടോ ഞാനും വിഷ്ണു കൂടി സെലക്ട് ചെയ്തത്. അങ്ങനെ ഗ്രീൻ, ഓറഞ്ച്, ബ്ലൂ, യെല്ലോ അങ്ങനെ പല ഇടിവെട്ട് കളേഴ്സൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. വെള്ളം വേണ്ട, വേറെ കളർഫുൾ ആയിട്ടുള്ള എല്ലാം എടുക്കുക. ഞങ്ങൾ റെയിൻകോട്ടൊക്കെ മേടിച്ച് വണ്ടിയിൽ തിരിച്ചു കയറി. ഇപ്പം ജിമ്മി ആണെങ്കിൽ ഞങ്ങൾക്ക് കുറേ സ്നാക്സും ഉണ്ടമ്പരും ഒക്കെ ഒരു തട്ടുകടയിൽ നിന്ന് മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ സൈസ് നോക്കി, ഇതെങ്ങനെ കഴിച്ച് തീർക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഇരിക്കണേ. കാര്യം ഇത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ വയറെല്ലാം ഫുള്ളായി. പക്ഷെ നമുക്ക് ഇന്ന് നല്ല എനർജി വേണ്ട ദിവസമാണ്. കാരണം കുറച്ച് ട്രെക്ക് ചെയ്യാനുണ്ട്, പിന്നെ വെള്ളത്തിൽ കളിക്കാനുണ്ട്, അങ്ങനെ കുറച്ച് എനർജി വേണ്ട ദിവസമാണ്. അങ്ങോട്ടേക്ക് ഫുള്ളി ചെറിയ ചെറിയ കടകളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഗൂഗിളൊക്കെ നോക്കി അത്യാവശ്യം റേറ്റിംഗ് ഒക്കെ ഉള്ള അവിടെ അടുത്തുള്ള ഹോട്ടൽ നോക്കി ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അവിടെ കയറിയപ്പോഴാണ് അറിയണത് അവിടെ വെജ് കിട്ടില്ല, നോൺ വെജ് മാത്രമേ കിട്ടുള്ളൂ. ഞാനും ഏഞ്ചലും ആണെങ്കിൽ ഫ്രൈഡേ വെജ് മാത്രം കഴിക്കുന്ന ആൾക്കാരാട്ടോ. അപ്പോൾ പിന്നെ അവരവിടെ ഇരുന്നിട്ട് ഞങ്ങൾ വേറൊരു ഹോട്ടലിൽ പോയി അവിടുന്ന് നല്ല ഊണ് കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡും കഴിച്ച് ലാസ്റ്റ് അവിടെ ആനയടിക്കുത്ത് എത്തിയിട്ടോ. അവിടെ പാർക്ക് ചെയ്യാൻ, വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലമുണ്ട്. അവിടുന്ന് നമ്മൾ പിന്നെ നടന്ന് കയറി ചെല്ലണം വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക്. അവിടെ ഒരു ചെറിയ പെട്ടിക്കടയുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് മാറാനുള്ള ഡ്രസ്സ് നമുക്ക് അവിടെ നിന്ന് മേടിക്കാം, പിന്നെ തോർത്ത് മേടിക്കാം, അങ്ങനെ ചെറിയ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് മേടിക്കാൻ പറ്റും കേട്ടോ. എല്ലാവർക്കും ഓരോ തോർത്ത് മേടിക്കാൻ വേണ്ടി കയറിയതാണ്. ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനത്തെ ഒരു വഴി കൂടെ നമുക്ക് നടക്കാനുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ടേക്ക്. നമ്മളൊരു ഉച്ച സമയത്താട്ടോ അവിടെ എത്തിയത്. പക്ഷെ നല്ല മഴയാണ്, ആ ദിവസം ഫുൾ മഴയായിരുന്നു. അതുകൊണ്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു, വെയിലേ ഇല്ല. ഇങ്ങനെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ക്ലൈമറ്റ് ആയത്. അവിടെയാണ് ആൾക്കാർ പോണേ. നമുക്ക് ഇവിടെ എന്താ നോക്കിട്ട് പോവാം. മഴയൊക്കെ പെയ്ത് കിടക്കണോണ്ട് നല്ല വഴുക്കലാണ് കേട്ടോ. അപ്പൊ നല്ല അത്യാവശ്യം ഗ്രിപ്പുള്ള ചെരുപ്പ് തന്നെ ഇട്ടുകൊണ്ട് വരേണ്ടി വരും. ഞങ്ങളിപ്പോ നിൽക്കുന്ന വെള്ളച്ചാട്ടത്തിന്റെ മോളിലത്തെ സൈഡാട്ടോ. അപ്പൊ ഞങ്ങൾക്ക് അവിടെ ഇറങ്ങാൻ ഒരു ഇച്ചിരി പേടിയായിരുന്നു. നമുക്ക് മുകളിലും ഇറങ്ങാം, താഴെ ഇറങ്ങാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും താഴെ ഇറങ്ങാനാണ് കുറച്ചും കൂടി ഒരു ധൈര്യം തോന്നിയത്. മുകളിൽ നമുക്ക് എല്ലാവർക്കും വെള്ളത്തിൽ ഇറങ്ങാൻ കുറച്ച് പേടിയുണ്ടായിരുന്നു. ഈ ആദ്യമായിട്ട് തുടങ്ങി പണ്ടൊരു ആന വന്ന് അതുമായിട്ടാണ് ഈ സ്ഥലത്തിന് ആനച്ചാടിക്കുത്ത് എന്ന പേര് വന്നു. പിന്നെ അത് പറഞ്ഞു പലരും ആനയാടിക്കുത്ത് നോക്കി. നമ്മള് മാത്രമേ കാണാനുള്ളൂ, കുഴപ്പമില്ല. ഈ 3 കുഴികളാണ് ആനയുടെ കാല് പോലെ ആൾക്കാര് അത് വിചാരിച്ചിട്ടാണ് ഇതിന് ആനച്ചാടിക്കുത്ത് എന്നുള്ളൊരു പേര് വന്നത്. അതെ, അവിടെ വെച്ച് കേട്ടപ്പോ വിഷ്ണു വെറുതെ തള്ളിയതാന്നാട്ടോ ഓർത്തത്. പക്ഷെ എവിടെയൊക്കെ എന്തോ ശരിയുണ്ടെന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ മനസ്സിലായി. ഈ പണ്ട് കാലത്ത് കാട്ടാന ഇവിടെ വെള്ളം കുടിക്കാൻ എത്താറുണ്ടായിരുന്നു. അപ്പോൾ 2 ആനകൾ ഏറ്റുമുട്ടിയപ്പോഴാണ് ഒന്ന് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വീണു. ഈ ഒരു ഐതിഹ്യത്തിന്റെ പേരിലാണ് ഈ പേരറിയപ്പെടുന്നതെന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. നമ്മൾ താഴേക്ക് നടന്ന് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് എത്തിയിട്ടോ. പിന്നെ ഇവിടെ 6 മണി വരെ ആട്ടോ പ്രവേശന സമയമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആർക്കും ഇങ്ങോട്ടേക്ക് അവർ കടത്തിവിടില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. പിന്നെ നമ്മൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്കിവിടെ ഡ്രസ് ചേഞ്ചിങ് ഫെസിലിറ്റിയും ലോക്കർ ഫെസിലിറ്റിയും ഉണ്ട് കേട്ടോ. പെർ റൂം നമുക്ക് 10 റുപ്പീസാണ് വരുന്നുള്ളൂ. അപ്പം നമുക്ക് താഴെ ഒരു കടയുണ്ട്. അപ്പോൾ ഡ്രസ്സ് കൊണ്ടുവരാത്തവർക്ക് അവിടെ നിന്ന് ഡ്രസ്സ് വേണമെങ്കിൽ മേടിക്കുകയും ചെയ്യാം.
ആ ലോക്കറിനും ഡ്രസ് ചേഞ്ചിങ് റൂമിനും നമ്മൾ ഇവിടെയാണ് കേട്ടോ പേ ചെയ്യേണ്ടത്. സോ ഇവിടെ പേ ചെയ്തിട്ട് യൂസ് ചെയ്യാം. ആനച്ചാടിക്കുത്തിൽ ഞങ്ങള് സോറി ആനച്ചാടിക്കുത്ത് അല്ലേ, ആനച്ചാടിക്കുത്തില് ഇറങ്ങാനായിട്ട് പോവാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് ജൂലൈയിലാണ്, ജൂലൈ 3-ാം തീയതി. ഈ ദിവസത്തെ ഇവിടത്തെ കാലാവസ്ഥയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അടിപൊളി വെതറാണ്, എല്ലാവരും പോരെ. തൊടുപുഴയിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാട്ടോ ഇത്. പിന്നെ ഈ തൊമ്മൻകുത്ത് എക്കോ ടൂറിസം കേന്ദ്രത്തിലേക്കുള്ള വഴിയിലാണ് ഈ ഒരു അടിപൊളി വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പം ഈ മഴക്കാലത്ത് വരാൻ പറ്റിയ അടിപൊളി വെള്ളച്ചാട്ടമാണിത്. കാരണം അങ്ങനെ പറയാൻ കാരണം ബാക്കിയുള്ള വെള്ളച്ചാട്ടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുടുംബസമേതം വന്ന് ആസ്വദിക്കാൻ പറ്റും. കാരണം ഇവിടെ അങ്ങനെ നമുക്ക് സേഫ്റ്റി ഭയങ്കര കൂടുതലാണ്. ഇവിടെ ഫ്രണ്ട്സിൻ്റെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ ഇപ്പം തന്നെ വിട്ടോ ഗൈസ്, അടിപൊളി സ്ഥലമാണ്. എനിക്ക് പോയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെയൊക്കെ തോന്നും അവിടെ കളിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കയറി ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടിരുന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര മഴ. ജിമ്മി ഞങ്ങളുടെ അടുത്ത് മര്യാദയ്ക്ക് റെയിൻ കോട്ട് എടുക്കാൻ പറഞ്ഞാണ്, പക്ഷെ ഞങ്ങൾ ആരും കേട്ടില്ല ഗൈസ്. എന്നിട്ട് വിഷ്ണു ഒന്നോടെയും പോയി എല്ലാവരുടെയും റെയിൻ കോട്ട് താഴേക്ക് ഇറങ്ങി പിന്നെ കൊണ്ടുവരും കേട്ടോ ചെയ്തത്. റെയിൻ കോട്ട് ഇട്ട് എല്ലാവരും തിരിച്ചു കയറും കേട്ടോ. വണ്ടിയുടെ അങ്ങോട്ടേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം ഒത്തിരി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് കൂടി നോക്കാമെന്ന്. അപ്പോൾ ഇവിടുന്ന് ഒരു ഏകദേശം 10 കിലോമീറ്റർ ദൂരം പോയാൽ കാറ്റാടിക്കടവ് എത്താൻ പറ്റും. ഇവിടുന്ന് ഏകദേശം 15 to 20 മിനിറ്റ്സ് ആട്ടോ അവിടെ കാറ്റാടിക്കടവ് എത്താനുള്ളൂ. അപ്പം ഞങ്ങൾ ഓർത്തു വന്നാൽ പിന്നെ അവിടെ തന്നെ പിടിച്ചേക്കാം. ഗൈസ്, ഞങ്ങൾ അടുത്തത് പോകുന്ന സ്ഥലം കാറ്റാടിക്കടവ്. ഇടുക്കിയിലെ വനപ്പാതകളിലൂടെ ആട്ടോ ഈ ഓഫ് ബീറ്റ് വ്യൂയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത്. ആക്ച്വലി ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒരു സ്വർഗമാണ്. നല്ല കോട ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഒരു തണുപ്പായിരുന്നു കേട്ടോ. അത് കൂടെ നടക്കുമ്പോൾ ഭയങ്കര ഒരു റിലാക്സിങ് വൈബായിരുന്നു. ഇവിടെ വരുമ്പോൾ നമ്മൾ വണ്ടി താഴെ ഇട്ടിട്ട് ഏകദേശം 2 കിലോമീറ്ററോളം നമ്മൾ മുകളിലേക്ക് നടക്കേണ്ടി വരും വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ മഴയൊക്കെ പെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല കോടയുണ്ടായിരുന്നു കേട്ടോ.
വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഞങ്ങൾ മുകളിൽ കയറിയിട്ട് കുറേ റീലൊക്കെ എടുത്തു. ഞങ്ങൾ തിരിച്ചിറങ്ങാറായപ്പോൾ അത്യാവശ്യം നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് താമസിച്ചായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വൈബായിരുന്നു ഗൈസ്. മഴയും കൂടി പെയ്തപ്പോൾ ഭയങ്കര അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഒരു പ്രാവശ്യമെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ് ആരെങ്കിലും ഇവിടെ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു റെയിനി സീസണിൽ തന്നെ പോകാൻ നോക്കും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ കംപ്ലീറ്റ് വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ഗൈസ്. ഇതിൻ്റെ ആദ്യത്തെ വ്ളോഗാണ് ഇങ്ങനെ ഇത്രയും വോയിസ് ഓവർ ഒക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ഗൈസ്. താങ്ക് യു.